അപ്പോൾ ഞാൻ കുറച്ച് ആംബിയൻസ് കിട്ടാൻ വേണ്ടി വളരെ പുറത്ത് പോകാനുണ്ട്. ഇതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇഷ്ടമുള്ള ഫുഡൊക്കെ അങ്ങനെയാണ് ഇതേപോലെ ചാടി വരും വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും കണ്ട പോലെ ഇതൊരു ഹോം അലോൺ വ്ളോഗാണ്. അതായത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വീട്ടിൽ വെറുതെ പണിയില്ലാണ്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് ഞാൻ തീർത്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയേക്കാണ്. ഈ അകത്ത് വന്നപ്പോൾ ലൈറ്റ് പോയി. അപ്പോൾ അമ്മയും അച്ഛനും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല വീട്ടിൽ. അപ്പോൾ ഞാൻ പിന്നെ പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിൽക്കുന്നത് കാണിച്ചു തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങൾ ചെയ്യാനൊന്നുമില്ല, എന്നാലും എന്തൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കുറേ പേരൊക്കെ സ്ഥിരമായിട്ട് ഇരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് എന്നെ പോലെ വല്ലപ്പോഴൊക്കെ ഇതേപോലെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എനിക്ക് ചെയ്യാനുള്ള മെയിൻ പരിപാടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വീഡിയോ ഈ സമയമാകുമ്പോൾ 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യലാണ് പതിവ്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ട്രൈപ്പോഡൊക്കെ എടുത്തു. അപ്പോഴാണ് ഞാൻ വെച്ചത് വ്ളോഗ് ആക്കി ഇടാമെന്ന് വെച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് റീൽസും ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്യാണ്ട്. പക്ഷെ അത് ഓൾറെഡി കുറച്ചെണ്ണം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നാളെയെല്ലാം ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊരു പരിപാടിയാണ്. പിന്നെ ഇപ്പോൾ സമയം 3 മണിയായിട്ട് വേറെ വ്ളോഗ് ഉണ്ട്. 3 മണിയായി. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. പിന്നെ വേറെ കുറച്ച് ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ അത് കാണിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ പാഴ്സൽ വന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ പാഴ്സൽ എന്താണെന്ന് ഞാൻ കാണിച്ചത്. ഇത് കുറച്ച് വടികളാണ്. അതായത് നമ്മുടെ മരത്തിൻ്റെ കയ്യിലുകളൊക്കെ ഇല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു 5-6 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് അമ്മ ഓർഡർ ചെയ്തതാണ്. അതിപ്പോഴാണ് വന്നത്. ഇന്നലെ എന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇന്നലെ എന്തോ കാരണത്താൽ വന്നില്ല. അപ്പോൾ ഇന്ന് അത് വന്നു. അപ്പോൾ അത് ജസ്റ്റ് അൺബോക്സ് ചെയ്യലാണ് ഇപ്പോഴത്തെ പണി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള സംഭവം 1 2 3 4 5 7 കയ്യിലുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് നോക്കി ഇങ്ങനെ എടുക്കുകയാണ് പൂച്ചക്കുട്ടി. ഇത്ര നേരം അകത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ പുറത്തിറങ്ങിയ പാളും പുറത്ത് വന്നു. എന്തിനാണ്ട് കണ്ടു തുമ്പീനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അപ്പോൾ ചാടി പിടിക്കാൻ നോക്കും. തുമ്പീനെ കണ്ടാലും കൊതുവിനെ കണ്ടാലും എല്ലാത്തിനെയും ചാടി പിടിക്കാൻ നോക്കും ആൾ. വളരെ പുറത്ത് പോകാമെന്നുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ പുതിയ ശീലമാണ്. ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡെയിലി പ്ലാനറാണ്. അതായത് നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കേണ്ടതാണ്. രാവിലെ എഴുതി വയ്ക്കേണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ എനിക്കിപ്പോൾ മറന്നുപോയി പെട്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇന്ന് എഴുതാം. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇന്ന് 4-ാം തീയതിയാണ്. അപ്പോൾ അതിന് തന്നെ ഇവിടെ ജസ്റ്റ് ഡേറ്റ് ഇടുക. പിന്നെ 11 25 പിന്നെ ഇന്ന് എന്താ ഏത് ദിവസം ട്യൂസ്ഡേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ട്യൂസ്ഡേ മാർക്ക് ചെയ്യാം. വർക്കൗട്ട് യെസ്സിനോ ഉണ്ട്. ഞാൻ രാവിലെ ജിമ്മിൽ പോയി. അപ്പോൾ ഇവിടെ യെസ് കൊടുക്കാം. പിന്നെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ളോഗ് ഷൂട്ട് ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. കുറച്ച് കോണ്ടൻറ്റ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാണ്ട്. അതായത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് ആലോചിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് രാവിലെ എഴുതിക്കേണ്ടതാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുതാറുണ്ട്. പക്ഷേ ഇന്നെന്താണോ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ രാവിലെ എഴുതി വെച്ചത് ഇങ്ങനെ എഴുതി വയ്ക്കുക എല്ലാ ദിവസവും എനിക്ക്. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ വെറുതെ ടൈം കളയില്ല. അതും ഇതും ചെയ്തൊന്ന് വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തൊന്നും ടൈം കളയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ചെയ്ത് തീർത്തുണ്ടാവണം. അതിനുശേഷം ഇത് തീരുമ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അന്നത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് തീർത്തുണ്ടാവും. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ബുക്കിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് ഏകദേശം 300 രൂപ 250 രൂപേണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ബുക്ക് ഇങ്ങനത്തെ കുറേ ഫ്രണ്ടിലത്തെ പേജ് ഇഷ്ടംപോലെ ഡിസൈനുള്ള വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഇതേപോലെ ബുക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാ ദിവസവും കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ രാവിലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മറന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി നോക്കാം. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. നമ്മുടെ ഒരു ചെറിയ ക്ലോക്കാണ്, ഡിജിറ്റൽ ക്ലോക്കാണ്. ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ടൈമൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിന് ഏകദേശം 240 ആണ്. അപ്പോൾ ആ ഒരു പ്രൈസിന് എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണിത്. ഞാനങ്ങനെ റൂമിലെത്തി. മുകളിലത്തെ റൂമിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഷൂട്ടിങ് എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം.
അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെസ്ക് ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട്. ഞാൻ നേരത്തെ വന്നിട്ട് ഷോർട്സ് ഒന്ന് 2 ഷൂട്ട് ചെയ്യാണ്ട്. നാളെ ഷൂട്ട് ചെയ്തതിന് കുഴപ്പമില്ല, പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ ടൈം ഉള്ളതുകൊണ്ടും പിന്നെ പുറത്ത് നല്ല വെയിലുള്ളതുകൊണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാം. പുറത്ത് വെയിലാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വെയിലായിരുന്നു. ഓക്കെ, നല്ല വെയിലുണ്ട്. സാധാരണ മഴയൊക്കെ ഈ നേരത്തെ മഴയായാൽ നമുക്ക് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല വെയിലുള്ള സ്ഥിതിക്ക് നമുക്ക് കുറച്ച് വ്ളോഗ് ഷൂട്ട് ചെയ്ത് വയ്ക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഷോർട്സ് ഷൂട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. വ്ളോഗല്ല നമ്മുടെ ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാകാനും നമ്മൾ ഡ്രസ്സ് മാറി ഇട്ടിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ച് ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വയ്ക്കും. അതാണ് പരിപാടി. ഒരുമിച്ച് കണ്ടൻറ്റ് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ മാറിയത്. അപ്പോൾ അതൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമുക്ക് എൻ്റെ ആസിക്കാതെ കുറച്ച് ദിവസമായി അവിടെ വെറുതെ ഇരിക്കുന്നു. കുറച്ചധികം ദിവസമായി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് വാങ്ങിച്ച സംഭവമാണ്. ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ജി വാഗൻ ആസിക്കാണ്. അപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആസിക്ക ഓടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ സമയം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 4 മണി കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ചായ കുടിക്കലാണ്. കാരണം നമുക്ക് ഇനിയിപ്പോൾ വർക്കില്ല. വർക്ക് ഓൾറെഡി വന്നതൊക്കെ ഞാൻ ചെയ്ത് തീർത്ത്. പിന്നെ ഇനി വൈകിട്ടല്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വർക്ക് വരുമായിരിക്കും. അപ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് 4 മണിയായി സ്ഥിതിക്ക് എന്തായാലും ചായ കുടിക്കൽ പരിപാടി നോക്കി നോക്കാം. അതേ നമ്മളങ്ങനെ ചായ വയ്ക്കൽ പരിപാടിയിലേക്ക് കടന്നുണ്ട്. ചായ വയ്ക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓർഡറിൽ വെച്ചാൽ മതി, കാത്തായിരിക്കും. ഞാൻ ജസ്റ്റ് കട്ടൻ ചായയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടവും കട്ടൻ ചായയാണ്. അമ്മ വയ്ക്കുമ്പോഴൊക്കെ ഞാൻ മറ്റേ പാൽ ചായയൊക്കെ എടുത്ത് കുടിക്കും. എന്നാലും കട്ടൻ ചായയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പാത്രത്തിൽ വയ്ക്കുക. ഇത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എന്താണ് ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചത്. അപ്പോൾ ഇതേപോലെ ഒരു കപ്പിൽ ഫുള്ള് വെള്ളം എടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇത് ഓണാക്കാം. അപ്പോൾ അത് ഓണായിട്ട് അപ്പോൾ ഇനി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പോൾ ഇൻഡക്ഷനിൽ ആകുമ്പോൾ വേഗം പെട്ടെന്ന് തിളച്ച് കിട്ടും. അതാണ് ഇൻഡക്ഷനിൽ വെച്ചേക്കണം, അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാലും മതിയായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്നാവുമ്പോൾ പിന്നെ ഇനി നമുക്ക് ചായപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചായ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിസ് ചായപ്പൊടി, അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അധികമായ ഭയങ്കര കയ്പ്പൊക്കെ ആവും. അതുകൊണ്ട് അധികമൊന്നും വേണ്ട. നമ്മൾ 1/4 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇനി അധികം തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ട് നമ്മുടെ പിക്കാച്ചിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൊക്കുവടിയും കുറച്ച് തക്കാളി മുളകും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ആംബിയൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുകളിലോട്ട് പോയിട്ട് കുറച്ച് ആംബിയൻസിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ആംബിയൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭംഗിക്ക് വേണ്ടി ഞാൻ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. ഞാൻ പൂച്ചയ്ക്കും കൂടി കുറച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ് തക്കാളി മുളക് എടുത്തത്. പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് തക്കാളി മുളക്. പക്ഷേ തക്കാളി മുളകൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ആൾ പുറത്ത് പോയെന്നാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരുമായിരിക്കും. ഞാൻ താഴെയൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണില്ല. അപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിണ്ടാവും. പൂച്ചക്കുട്ടി എവിടെയും പോയിണ്ടായില്ല ഗൈസ്. ഞാൻ പുറത്ത് മുകളിലോട്ട് പോകാൻ വേണ്ടി മുമ്പിലത്തെ വാലടച്ചപ്പോൾ ആൾ പുറത്തായി പോയതാണ്. ആൾ പുറത്ത് കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആളവിടെ തന്നെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി കുറച്ച് തക്കാളി മുളക് ആൾക്കിട്ട് കൊടുക്കാം. അവിടെ മണത്തൊക്കെ നോക്കുന്നുണ്ട്. തക്കാളി മുളകിൻ്റെ മണമൊക്കെ അറിഞ്ഞതാണ്. എന്തായാലും നമുക്ക് തക്കാളി മുളക് കുറച്ചിട്ട് കൊടുത്ത് നോക്കാം. ഇഷ്ടമുള്ള ഫുഡൊക്കെ അങ്ങനെ ഇതേപോലെ ചാടി വരും. അപ്പോൾ എന്തായാലും കണ്ടിട്ടില്ല ഞാൻ തോന്നുന്നു. കണ്ട് എനിക്ക് ഇന്നൊക്കെ കഴിച്ചത് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് പതുക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയട്ടെ. അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വെള്ളം ഏകദേശം കഴിയാതായിട്ട് സമയം ഇപ്പോൾ 4 മണി 5 മണിയൊക്കെ ആയല്ലോ. അപ്പോൾ ഏകദേശം കുറച്ചും കൂടി ഉള്ളത് രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ഈ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ തീർക്കും. അപ്പോൾ എന്തായാലും അത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇത് വെറുതെ വീട്ടിൽ മാനം നോക്കിയിരിക്കുന്ന ഈ വ്ളോഗ് ഇവിടെ എൻ്റെ ആളാണ്. മാനം നോക്കിയിരിക്കല്ല, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തത് ഞാൻ ജസ്റ്റ് കാണിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് എന്ത് വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ വ്ളോഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ് കൂടുതൽ പേര് പറഞ്ഞത്. ഏകദേശം 78-82% ആൾക്കാർ വ്ളോഗാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഇതേപോലെ വ്ളോഗ് ഷൂട്ട് ചെയ്ത് തുടങ്ങാൻ വെച്ചു.
പിന്നെ അതുപോലെ തന്നെ ഈ വ്ളോഗിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.